ഹായ്. അപ്പോൾ ബിഗ് ബോസിലുണ്ടല്ലോ ആദ്യമായിട്ട് സർക്കസിൻ്റെ കൂടാരം വന്നിരിക്കണം. സർക്കസ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അന്നലെ ഒന്നും നമുക്ക് മറ്റ് ടാസ്ക് അവർ ഇതാക്കിയാലും പക്ഷേ ഈ ടാസ്ക് കൊണ്ട് അവർ പിടിച്ച് നിൽക്കും കേട്ടോ. അടിപൊളി ടാസ്ക്കാണ്, ചെറിയ പിള്ളേർക്കൊക്കെ കാണാൻ പറ്റിയ ടാസ്ക്കാണ്. കൊള്ളാട്ട. പിന്നെ ആര്യൻ നായായിട്ട് സൈക്കിളൊക്കെ ഓടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അനുമോള് റിങ്ങിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിൻ്റെ ബോൾ ഓടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ദിശയിൽ പിന്നെ റാംബോക്കാണ് ചെയ്യണേ. പിന്നെ നമ്മൾ ആനക്കുട്ടി ക്ലാസ്സൊക്കെ വയ്ക്കുന്നു. പിന്നെ നമ്മുടെ ദിശയും നമ്മുടെ തുള്ളണും പന്ന് പിടിക്കണം. പിന്നെ കഴുത നമ്മൾ മുകളിൽ കയറി നിന്നിട്ട് കയ്യിൽ പിടിച്ച് റിങ്ങൊക്കെ തലയിൽ വെച്ച് കളിക്കുന്ന അടിപൊളിയായിരുന്നു. എല്ലാവരും വന്നിട്ട് ബിഗ് ബോസ് പറയുന്നു എല്ലാവർക്കും കോയിൻ കൊടുക്കാൻ പറ്റുന്ന കൊടുക്കുക എന്ന് പറഞ്ഞ് എന്നിട്ട് എല്ലാവരും വന്നിട്ട് ഉള്ള കോയിനൊക്കെ കൊടുത്തു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഉള്ള കോയിനൊക്കെ കൊടുക്കണം, ഇല്ലാത്ത റദ്ദാക്കി പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് കൊടുത്തു. നമ്മുടെ ആനുമോൾക്ക് 3 കിട്ടി, ആര്യനക്ക് 2 കിട്ടി, കഴുതയ്ക്ക് 2 കിട്ടി. കിട്ടാത്തത് നമ്മളെ ദിശയിലും നമ്മുടെ അതായത് ദിശയിൽക്കും പിന്നെ നമ്മുടെ രേഖണയ്ക്കും പിന്നെ അനീഷിന് മാത്രം അനീഷിന് കിട്ടി. അനീഷിന് 2 മാസ്റ്റർമാർക്കും കിട്ടി. പിന്നെ നിവിൻക്ക് കിട്ടാത്ത ബാക്കി എല്ലാവർക്കും കിട്ടി. എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. ഇതിൽ ഒരു കുറവൊന്നുമില്ല. അടിപൊളി അടിപൊളി അടിപൊളി. ബിഗ് ബോസ് ഇങ്ങനത്തെ ഒരു ടാസ്ക് കൊണ്ടുവന്നൊരു അടിപൊളി പിള്ളേർക്കൊക്കെ കണ്ടിരിക്കാം. ഞാൻ തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഒന്നും കുറ്റമൊന്നും പറയാനില്ല, അടിപൊളിയാണ്. പിന്നെ വേറെ ആൾക്കാരുടെ കോയിനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ആരും പുറത്തെടുക്കാനുള്ള. ലക്ഷ്മിയുടെ അടുത്തൊരു സ്വർണ്ണം കോയിൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഇവളുടെ അരകണ മറ്റേ മസ്താൻ്റെ അടുത്തൊരു കോയിൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്ത് ചെയ്തെന്ന് അറിയാൻ പാടില്ല. ഇവരുടെ അടുത്ത് കോയിൻ ഇരിപ്പുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സർക്കസ് കൂടാരം ഭയങ്കര ഇഷ്ടപ്പെട്ട്. അനീഷൊക്കെ പൊളിച്ചു. അടിപൊളിയാട്ടോ, ഒന്നും പറയാനുള്ള അടിപൊളി പൊളി ഇഷ്ടമായിട്ട്.